പണ്ടെങ്ങോ സ്വപ്നത്തിൽ കണ്ടുമറന്നതുപോലൊരു ദ്വീപ്. വെള്ളാരം മണൽത്തരികളും നീല തിരമാലകളും കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന പച്ച മരതക മലനിരകളും പിന്നെ കടലിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ ഒന്നിക്കയറി കാറ്റിനോടും അസ്തമയ സൂര്യനോടും കഥ പറഞ്ഞ് ഇളം കാറ്റേറ്റ് കടൽ തീരത്തെ ബെഞ്ചിലിരുന്ന് ആ സായാഹ്നം മതിവരുവോളം ആസ്വദിച്ച് ആ തീരത്തോട് ചേർന്ന സുന്ദരമായ ഗ്രാമത്തിലൂടെ രാവിരുട്ടുന്നതുവരെ നടക്കണം. ഈ പറഞ്ഞതൊക്കെയും യാത്രകൾ പോകുമ്പോൾ എന്നെങ്കിലും എനിക്ക് സാധിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. ആ ഒരു സ്വപ്നം ഞാനിതാ ഇവിടെ ഇന്ന് പൂർത്തിയാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്തോനേഷ്യയുടെ വടക്കു ഭാഗത്തുള്ള സബാങ് എന്ന ദ്വീപിലേക്ക് വരികയും ഇവിടെ ഇന്ത്യയോട് ചേർന്ന ആ ഒരു പോയിന്റിൽ നിന്നും നമ്മളുടെ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെ നോക്കിക്കാണുകയും തിരിച്ച് ആ ഒരു കാട്ടിലൂടെ നടക്കുകയാണ് ഞാനിപ്പോൾ. ഏറെ ക്ഷീണിച്ച നടത്തത്തിനൊടുവിൽ നമ്മളെ സഹായിക്കാൻ ആ ദ്വീപുകാരനായിട്ടുള്ള ചേട്ടൻ തന്നെ വരികയും അദ്ദേഹം നമ്മളെ ഒരു മലനിരയുടെ മുകളിൽ കൊണ്ടുവിടുകയും ചെയ്തു. അവിടെ നിന്നും താഴേക്ക് നോക്കിയ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നീല കളറുള്ള ജലാശയത്തിന് അങ്ങിങ്ങായി പച്ചത്തുരുത്ത് പോലെ ചെറിയ ചെറിയ ദ്വീപുകൾ നമുക്കവിടെ കാണാമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മലയിറങ്ങി അവിടേക്ക് എത്തിപ്പെടാനുള്ള ധൃതിയിലായിരുന്നു ഞാൻ. ഇനി അങ്ങോട്ടേക്ക് കാഴ്ചകൾ കളറാകുകയാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ആ ഒരു ബീച്ചിൻ്റെ സൈഡിലോട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ അങ്ങോട്ട് നോക്കിയ നിങ്ങൾ, എൻ്റെ പൊന്നു, കടൽ ശരിക്കും ഇത്രമാത്രം സുന്ദരമാണ് എന്നൊക്കെയുള്ളതുണ്ടല്ലോ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാകുന്നത്. ഹായ് നോക്കിയേ, നല്ല നീല കളർ, നീലയും കറുപ്പും ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഉൾക്കടൽ ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി കിടക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ഒരു മെയിൻ ലാൻഡിനെ വിട്ടിട്ട് അപ്പുറം മറ്റൊരു ഐലൻഡ് കൂടിയുണ്ട്. ആ ഒരു ഐലൻഡിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. എന്തായാലും അതിനോട് ചേർന്ന് തന്നെ ഇവിടെ പല റൂംസ്, അതായത് ഈ ഒരു ഹോട്ടൽസ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി താഴോട്ടേക്കൊന്ന് പോയി നോക്കാവേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് സ്നോർക്കലിങ്, ഡൈവിങ് ഒക്കെയാണ്. അത് അതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഡ്രസ്സൊക്കെ മാറ്റിയത് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന് വേണ്ട ഇത് കണ്ടോ, ആ ഒരു ജാക്കറ്റ് ടൈപ്പ് സാധനങ്ങൾ, അതുപോലുള്ള ഒക്കെ സ്നോർക്കലിംഗ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന, അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകളാണ് വന്നപാടെ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇവിടെ കവാടം കണ്ടോ, അങ്ങനെ ഒരു കവാടം ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. അതല്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടല്ലോ, അതിനോട് ആ ഒരു തീരത്തിനോട് നമ്മൾ അങ്ങോട്ട് അടുത്ത് വന്നേ. ശരിക്കും നല്ല തെളിഞ്ഞ വെള്ളമാണ്, ആഴം വളരെ കുറവാണ്. കാരണം കുഞ്ഞു പിള്ളേരെല്ലാം ഇതുണ്ടെങ്കിൽ ബീച്ചിന് സൈഡിൽ നിന്ന് കളിക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ കേട്ടോ. അതുപോലെ തന്നെ അതാ അവിടെയും അങ്ങനെ നടന്ന് ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. നമുക്ക് എന്നിട്ട് ഒരു സ്നോർക്കലിങ്ങിൻ്റെ ആ ഒരു സാധനമില്ലേ, കണ്ണിലൊക്കെ ഇടുന്ന ഗ്ലാസ്സൊക്കെ വാങ്ങിയിട്ട് മുങ്ങിക്കിടന്ന് ഇവിടെ നിന്നും കാണാം കേട്ടോ. പിന്നെയുള്ള ഇവിടുത്തെ മെയിൻ പരിപാടിയാണിത് കണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബോട്ടുകളിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്നും വെള്ളത്തിൽ ചാടുക, ഡൈവ് ചെയ്യുക. പിന്നെ സ്പീഡ് ബോട്ടുകളിൽ വെറുതെ കയറി ആ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് 3-4 റൗണ്ടൊക്കെ അടിച്ച് വരിക. അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഈ ഒരു നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം എങ്ങോട്ട് വരുന്നു എന്നതിനുള്ള ഉത്തരമാണ് കേട്ടോ ഈ കാണുന്ന നമ്മളുടെ ബീച്ച് ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട പലതരം ആക്ടിവിറ്റികൾ. പിന്നെ ഉണ്ടല്ലോ ഈ ഡോൾഫിനൊക്കെ കാണാൻ ഉള്ളിലേക്ക് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സബാങ് എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡിൻ്റെ പ്രധാനപ്പെട്ട ടൗണ് സബാങ്ങിൻ്റെ മെയിൻ ടൗണ്. അവിടുത്തെ ആ ഒരു ലൈറ്റ് ഹൗസൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പം സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കണ്ടെങ്കിൽ. അതാണ് മറ്റൊരറ്റം. ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ എല്ലാം പ്രധാനമായിട്ടും വൈകുന്നേരം ആകുമ്പോൾ ഈ ഭക്ഷണം കഴിക്കാനൊക്കെ ആളുകൾ വന്നിരിക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം ഇഷ്ടം പോലെ കസേരകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ആൾക്കാർ ഒഴുകുമായിരിക്കണം. അതുകൂടാതെ ഞാൻ മുമ്പേ വരുമ്പോൾ കാണിച്ച പോലെ തന്നെ സ്നോർക്കലിങ്ങും അതിൻ്റെ സാധനങ്ങളും ഒക്കെയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു കല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, കറുത്ത, അതായത് ലാവക്കല്ലുകളാണ്. ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു പവിഴപ്പുറ്റുകളേക്കാൾ കൂടുതൽ ഈ ഒരു ദ്വീപ് ഉണ്ടാകാനും പ്രധാനപ്പെട്ട കാരണം ലാവ തന്നെയാണ്. പിന്നെ ഈ ഒരു കടലിന് ഈ ഒരു കളർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പവിഴപ്പുറ്റുകളും ഇപ്പോഴും ഉണ്ട്. അപ്പം അത് വന്ന് ഇതിൻ്റെ ആ ഒരു വെള്ള കളർ സാധനമില്ല, അത് അടിഞ്ഞിട്ട് വെള്ളം നല്ല ക്ലീനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ശരിക്കും നമ്മൾ ലക്ഷദ്വീപിലൊക്കെ കാണുന്ന രീതിയിൽ, മാലിദ്വീപിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇവിടെ കടലിൻ്റെ ഈ ഒരു ഉൾഭാഗത്തെ കളറ്. ഇവിടെ പിന്നെ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ബീച്ച് ഫ്രണ്ടായിട്ട് ഇഷ്ടംപോലെ റിസോർട്ടുകൾ, റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. അന്നേരം ഇപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. കടലിൻ്റെ തീരത്തൊക്കെ വന്ന് വെറുതെ ഇതിലേക്ക് പോയിട്ട് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. മീനൊക്കെ പിടിക്കേണ്ടവർക്ക് ചൂണ്ടയൊക്കെ വാങ്ങിയിട്ട് മീനൊക്കെ പിടിക്കാൻ പോവാം. പിന്നെ ഇങ്ങനെ ബോട്ടിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അതിനും സൗകര്യമുണ്ട് കേട്ടോ. എന്തായാലും ഇതൊരു കടൽപ്പാലം ഇങ്ങനെ ഇറക്കി പണിതിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി
ദൂരം ഒന്ന് കടൽപ്പാലത്തിലോട്ട് ഇറങ്ങട്ടെ. നമുക്കുണ്ടല്ലോ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഇത് കണ്ടോ നിങ്ങൾ, ആ ഒരു പവിഴപ്പുറ്റിൻ്റെ അവിടെ വളർന്നേക്കുന്ന ആ ഒരു ഇതും അതുകൂടാതെ നല്ല ഭംഗിയുള്ള മീനുകളും കണ്ടോ നിങ്ങൾ, അതും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ് വാട്ടർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മീനുകളുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ നീന്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു പരിപാടിയായിരിക്കും കേട്ടോ. അവിടെ ഒക്കെയുണ്ട്, നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, പല കളറുകളും കാണാൻ പറ്റും നമുക്ക്. ലക്ഷദ്വീപിൽ നിന്ന് നമ്മളുടെ വീഡിയോകൾ കാണുന്ന ആളുകളുണ്ട്. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് എന്തായാലും അറിയാം, ഇതൊന്നും അത്ര ഒരു പുത്തരി എന്നല്ല, ഇതൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമേ അല്ല. അയ്യോ, നമ്മളുടെ മറ്റേ കടലട്ടയല്ലേ അത്? അതെ നമ്മൾ ശ്രീലങ്കയിൽ പോയപ്പോൾ കണ്ടില്ലായിരുന്നോ, കിലോ കണക്കിന് നല്ല പൈസയുള്ള അതേ അട്ട. അത് കടൽ വെള്ളരി, സീ കുക്കുംബർ. അതിൻ്റെ തന്നെ വേറൊരു സാധനം ഇവിടെയുണ്ട് കേട്ടോ, അതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട്. ഇതുണ്ട് നിങ്ങൾ, അത് മീനാണോ? ഇത് ശരിക്കും ഉണ്ടല്ലോ ബോട്ട് വന്നെടുക്കുന്ന ബോട്ട് ജെട്ടിയാണ്. അത് തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് ഇവർ പണിതേക്കുന്നത്, മഴവില്ലിൻ്റെ കളറിൽ നൈസാണ്. ഇവിടെയും മീൻ പിടിക്കുന്ന ആൾക്കാർ, ഒരു കുഞ്ഞു കൊച്ചാണ്, അവനാണ് മീൻ പിടിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ കുറച്ചുകൂടി കഴിയുമ്പം വരുമായിരിക്കും. ഇവന് മീൻ എന്തേലും. ഹലോ, യു ഗോട്ട് ഫിഷ്? നോ, ഓക്കെ. അവൻ്റെ ഇരയാണിതുള്ളത്. അവന് മീൻ കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അവൻ തിരിച്ചു പോവുക. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇതുണ്ട്, ഇവിടെ ആ ഒരു ബ്ലൂഷ് നല്ല രീതിക്കായേ. അതുകൂടാതെ അതിൻ്റെ അടിയിൽ ഈ തിളങ്ങി കാണുന്നതൊക്കെ പല ടൈപ്പ് മീനുകളാണ് കേട്ടോ. ചേട്ടാ, ഇവിടെ ശരിക്കും സ്നോർക്കലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമല്ലോ. അതിൻ്റെ അടിയിൽ കൂടി ആ ഒരു കറുത്ത കളറിലൊക്കെ കാണുന്നില്ലേ, അതൊക്കെ മീനാണ് കേട്ടോ. ദൈവമേ, അവൻ ഇതൊക്കെ ഉണ്ടായിട്ടും ഇവന് മീൻ കിട്ടിയില്ലേ, കടിക്കുന്നില്ലേ മീൻ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട പോലെ വെറും മലകൾ മാത്രമല്ല ഈ സബാങ് എന്ന് പറയുന്ന ഐലൻഡ്. ഇതുപോലുള്ള ശരിക്കും മാലിദ്വീപിനെ ലക്ഷദ്വീപിനോടും ഒക്കെ സാമ്യമുള്ള രീതിയിലുള്ള ബീച്ചുകൾ കൂടിയുള്ള, എന്താ പറയുക, ഈ സ്നോർക്കലിങ്, സ്കൂബ ഡൈവിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തീരം കൂടിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇത് ഇവിടുത്തെ പല ബീച്ചുകളിൽ ഒരു ബീച്ച് മാത്രമാണ്, ഇനിയും വേറെയും ബീച്ചുകളുണ്ട് ഇതേ രീതിയിൽ ഇവിടെയുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ വേറൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടലിൻ്റെ അടിയിൽ വോൾക്കാനോ, കടലിൻ്റെ അടിയിൽ വോൾക്കാനോ. ഞാനേ പെട്ടെന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് കടലിനൊരു ഇളക്കവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇപ്പം ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഒരു മൊത്തത്തിലൊരു കറക്കവും വിരിച്ചലൊക്കെ. മേ ബി കടൽ ഇറങ്ങുന്നയോ കടൽ കയറുന്നയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഭാസം പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാലോ, നമ്മുടെ 2004 സുനാമി ഉണ്ടായ സമയത്ത് ഇതൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിക്ടിം ഏരിയയാണ്. അതുകൂടാതെ ഇപ്പോൾ റീസെൻ്റായിട്ട് റഷ്യയിൽ നടന്ന ആ ഒരു സംഭവം കൂടി ഇതൊക്കെ കൂടി ആകുമ്പോഴത്തേക്കും ഇച്ചിരി പേടി വരുന്നുണ്ട് കേട്ടോ. ഈ കുലുങ്ങിയത് അവിടെയാണ്. അവിടെ കുലുങ്ങിയിട്ട് അവിടെ നിന്നാണ് പ്രകമ്പന കേന്ദ്രം വന്നിട്ടുണ്ടായിരുന്നത്. മൊത്തം ഇവിടെ ആദ്യമേ ഒരു ഭൂമികളൊക്കെ ഉണ്ടായി, പിന്നെ മൊത്തം അടിച്ച് തെറിപ്പിച്ച് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ അധികം വലിയ നഷ്ടങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായില്ല. നഷ്ടങ്ങളുണ്ടായില്ലെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാം പോയി. അത് കടലിനോട് തീരത്തുള്ള സാധനങ്ങളൊക്കെ അടിച്ചുപോയി. പക്ഷേങ്കിൽ ഇവിടെയുള്ള അധികം ആളുകളും താമസിക്കുന്നത് മലമേഖലകളിലും അതുപോലെ തന്നെ കൃഷി അങ്ങ് അവിടെയൊക്കെയാണെന്നറിയാലോ. അതുകൂടാതെ ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മേലോട്ടേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നിൻ്റെ മേലെ എത്തും. ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന്, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റും വേണ്ട, ജസ്റ്റ് ആ ഒരു വീട് നിൽക്കുന്ന മലയുടെ മേലെയാണ്. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഓടി കയറി അങ്ങനെ ആളുകൾ രക്ഷപ്പെട്ടു. അപ്പം ജീവഹാനി മറ്റുള്ള സ്ഥലത്തെ പോലെ, അതായത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബന്ധായാച്ചയൊന്നും പോലെ കാര്യമായിട്ടുണ്ടായില്ല കേട്ടോ. തീരെ അടിച്ച് വീണ്ടും തിരിച്ച് കയറുന്നതാണ് കേട്ടോ. സുനാമിയൊന്നും അല്ലല്ലോ അല്ലേ. കഴിഞ്ഞ ദിവസം ആ ഒരു റഷ്യയിലെ ഭൂമികുലുക്കത്തിന് ശേഷം ഉണ്ടായ സുനാമിക്ക് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നു. ശരിക്കും ഞാൻ സേഫാണ് കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്തേക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും എത്തത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് ശരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടം വരെ വരാനുള്ള തിരിയൊന്നും അതിലില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ത്രിമാങ്കനാസെ എന്ന് പറയുമ്പം അത് പല ആളുകളും തിരുത്താറുണ്ട്. ശരിക്കും ഇവിടെ ആച്ചനീസ് എന്ന് പറയുന്ന ഭാഷയാണ് കേട്ടോ. ഇവിടെ നന്ദി ത്രിമാങ്കനേസ തന്നെയാണ്. തെരിമക്കാസെ പറയുന്നത് നമ്മളുടെ ഇന്തോനേഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിലാണ്. അത് നമുക്ക് ഇനിയിപ്പം ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകുമ്പോൾ മാത്രമേ ഉപയോഗമുള്ളൂ. സമയമേ ഏകദേശം 5 മണിയോട് അടുപ്പിച്ചാവുന്നുണ്ട്. സൂര്യൻ പതുക്കെ അസ്തമിക്കും. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നിന്നും ബൈ പറഞ്ഞ് പോകാം കേട്ടോ. നമുക്കിനിയിപ്പോൾ അടുത്ത സ്ഥലം പിടിക്കണം. ഇവിടെ അധികം ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇതും കൂടിയില്ല. കാരണം കുറഞ്ഞ സമയം കൂടുതൽ കാഴ്ചകൾ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ച അത് അവസാനിച്ചു. ഇനി അടുത്ത വ്യത്യസ്തമായൊരു കാഴ്ച തപ്പിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലത്തുള്ള റൂമുകളൊക്കെ കിട്ടും. അതിൻ്റെ കോൺടാക്ട് നമ്പർ അടങ്ങിയ ബോർഡ് ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കടലിൽ കുളിച്ചിട്ട് ആളുകൾക്ക് അല്ലാതെ നല്ല ഫ്രഷ് വെള്ളത്തിൽ കുളിക്കാനുള്ള ആ ഒരു ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കടലിനടിയിലെ ആ ഒരു വോൾക്കാനേനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണ്ടേ. മല ജസ്റ്റ് ഒന്ന് കയറി കഴിയുമ്പോഴത്തേക്കും താഴോട്ടുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ, അതിഗംഭീരം. മാലിദ്വീപിൽ നിന്ന് ഒറ്റയടിക്ക്
മാലി അല്ലെങ്കിൽ ബാലി, ലക്ഷദ്വീപ് എന്നൊക്കെ ഒറ്റയടിക്ക് ഞാനിതാ വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് എത്തി. മാവ്, പ്ലാവ്, തെങ്ങ്, ഇതാണ് സബാങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പെട്ടെന്ന് തന്നെ ആ ഒരു ഭൂപ്രകൃതിയൊക്കെ അങ്ങോട്ട് മാറും. ദ്വീപിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട പോലെ തന്നെ നല്ല രീതിയിൽ വൃത്തിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പോലെ ഒന്നുമില്ല. അവർ വൃത്തിയാക്കിയിട്ടു, അത്രേ ഉള്ളൂ. അണിയിച്ചൊരുക്കിയിട്ടൊന്നുമില്ല. അത് കാണുമ്പോൾ ഇതിൽ നടക്കുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ. ഈ കാണുന്ന മരം എന്താണെന്നറിയാമോ? നമ്മുടെ കറിവേപ്പിലയാണ്. പക്ഷെ കറിയിലൊന്നും അധികമായിട്ട് ഇവർ കറിവേപ്പില ഇടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ചിക്കൻ്റെ അകത്ത് ചില സമയത്ത് ഇവർ കറിവേപ്പില ഇടും. ഇതാ ഇവിടെയും നമ്മുടെ ഇരുമ്പം പുളി, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തൊക്കെ പേരാണ് പറയുന്നത്, അതുപോലെ തന്നെ മാവ്, അതുപോലെ തെങ്ങ് ഒക്കെയുള്ള ചെറിയൊരു വീട്, കപ്പളം. ശരിക്കും നമ്മുടെ നാട് തന്നെ കേട്ടോ. അടുത്തൊരാൾ വന്നിട്ടുണ്ട്. ഹായ്, ദാറ്റ് സൈഡ്. ഓക്കെ, താങ്ക് യു. I'm going to Sabang side. Yeah. ശരിക്കും ഞാൻ വണ്ടിയിൽ കയറിപാടെ ഉണ്ടല്ലോ, അദ്ദേഹം എന്നോട് ഇവിടെയുള്ള പല സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കൊക്കെ പോയിരുന്നോ, കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചേ. യൂട്യൂബർ, ട്രാവൽ വ്ളോഗർ, മേക്കിംഗ് വീഡിയോ ഓഫ് സബാങ് നൗ. നമുക്ക് ഈ ഒരു യാത്രയിൽ ഇങ്ങനെയാണ് കേട്ടോ പല സ്ഥലങ്ങളുടെ വിവരങ്ങൾ കിട്ടുന്നത്, പല ആളുകളുമായിട്ടും പരിചയമാകുന്നത്. ഇദ്ദേഹം അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെയുള്ള ചില വില്ലേജുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. അതിൽ എന്നോട് ഒരു പ്രത്യേക ഒരു വില്ലേജിൻ്റെ പേര് പറഞ്ഞ് അവിടേക്ക് പോകാൻ എന്നോട് താല്പര്യമുണ്ടോ എന്ന് കൂടി ചോദിച്ചു കേട്ടോ. I will back. Gapang in front of them. Okay. പുള്ളിയുടെ ഗ്രാമം അത് അവിടെയാണ് കേട്ടോ. ശരിക്കും ഞാൻ നടന്നോളാന്ന് പറഞ്ഞു, ഇവിടെ എന്നെ വിട്ടാൽ മതി, അപ്പം കുഴപ്പമില്ല, ഞാൻ അടുത്ത ഒരു സ്ഥലം വരെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ വരികയാണ്. എന്നെ നേരെ കൊണ്ടുവന്നുണ്ടല്ലോ ഇവിടുത്തെ അടുത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗാപ്പാങ്, റൈറ്റ്? ഗാപ്പാങ് എന്ന് പറയുന്ന ഒരു ബീച്ച് ഏരിയയിലേക്കാണ് കേട്ടോ. വാവ്, ഇത് അടിപൊളിയാണല്ലോ, ശാന്തസുന്ദരമായ സ്ഥലം. നമുക്ക് ഇങ്ങനെ മരമൊക്കെ ആയിട്ട്. ഓക്കെ, ത്രിമംഗനാശേ. ഓക്കെ, അങ്ങനെ നമ്മളിത് ഇവിടെയൊക്കെ വന്നിറങ്ങി. യെസ്, ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വരണം എന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ചത്. ഓക്കെ, താങ്ക് യു. ഇത് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് വലിയ മരങ്ങളൊക്കെയുള്ള, എന്നാൽ വലിയ തിരകളൊന്നും ഇല്ലാത്ത, എന്നാൽ നീല കളറോട് കൂടിയ ബീച്ചൊക്കെയുള്ള ഒരു കടൽ തീരം കേട്ടോ. ഓ നൈസ്. ഓക്കെ, വന്ന് എല്ലാവരും നമ്മളോട് ഇങ്ങോട്ട് വന്ന് വർത്താനം പറയും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ബീച്ചിലോട്ടൊന്ന് ഇറങ്ങട്ടെ. അത്യാവശ്യം നല്ല കാറ്റ് തുടങ്ങി കേട്ടോ ബീച്ചിൽ ഈ ഒരു സമയത്ത്. ഓ മൈ ഗോഡ്. പക്ഷേങ്കിൽ കുഞ്ഞു പിള്ളേർക്ക്, പൊടി പിള്ളേർക്ക് വരെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെള്ളം നല്ലപോലെ ഇറങ്ങിപ്പോയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. കണ്ടോ നിങ്ങൾ, പിള്ളേരുടെ മുട്ടപ്പോൾ വെള്ളമുള്ളൂ കേട്ടോ. കടലാണെങ്കിൽ അപ്പുറത്തെ സൈഡും, അങ്ങനെ ഒരു സെപ്പറേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പേടിയില്ലാതെ അവരെ അങ്ങനെ കളിക്കാനും വിടാനും പറ്റും. നൈസാണ്. ഓ, ഇവിടെ ഒരാളുടെ കാലേ മണ്ണിൻ്റെ ഉള്ളിൽ പൂഴീൻ്റെ അടിയിൽ മൂടിയിട്ടേക്കാം. ഓ, യുവർ ലാഗ്. നൈസ്. കുഞ്ഞു കളി കണ്ട. പിന്നെ ഇങ്ങനെ ഈ മരം ഇങ്ങനെ വീണ് കിടക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷോട്ട് ഇങ്ങനെ പോകാനായിട്ടുണ്ടല്ലോ, വല്ലാത്തൊരു രസമുള്ളൊരു ഒരു 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 ഫീലുള്ളൊരു സ്ഥലമാണ്. ഈ ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ കടലിലോട്ട് ഒലിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചേക്കുന്നത് ഈ ഒരു തീരത്തുള്ള മരത്തിലേക്കാണ് കേട്ടോ. കയറൊക്കെ കെട്ടി സെറ്റാക്കി കെട്ടി വെച്ചേക്കുകയാണ്. ഹലോ, ഇവിടെ പിള്ളേർ കളിക്കുന്നത് കണ്ടോ. ഇത് വന്നിട്ട് നമ്മളുടെ കോറൽസാണ്. യെസ്, കോറൽസാണ്. അതിങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് സെറ്റാക്കി. ഓ നൈസ്. അങ്ങോട്ടേക്കൊരു ഇതൊക്കെ വിടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കോട്ടയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പണ്ട് നമ്മളും ചെറുപ്പത്തിൽ. ഹലോ, വാട്ട്സ് യുവർ നെയിം? നമ. ഓക്കെ, യുവർ നെയിം? ഓക്കെ, ബൈ. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പുഴയുണ്ട്, ഞങ്ങൾക്ക് കടലില്ല, ഞങ്ങൾ ഇരിട്ടിക്കാരാണല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പം ഇരിട്ടിയിൽ ഞങ്ങളുടെ നാട് മണിപ്പാറ എന്നാണ് പറയുക. മണിപ്പാറയിൽ ഒരു സൈഡിൽ വന്നിട്ട് കോട്ടപ്പാറ മലനിരകളും മറ്റൊരു സൈഡിൽ വന്നിട്ട് വയത്തൂർ പുഴയാണ്. അപ്പം ഞങ്ങളുടെ വീടുണ്ടായിരുന്ന വയത്തൂർ പുഴയുടെ ആ ഒരു ഭാഗത്തിനോട് ചേർന്നിട്ടാണ്. ശരിക്കും ചെറുപ്പം മുതലേ നമുക്ക് എന്താ പറയുക, നീന്തൽ പഠിപ്പിച്ചതല്ല, വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിച്ച്
അന്ന് നീന്തൽ പഠിച്ചതാണ്. ആ ഒരു സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങളെല്ലാവരും ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ അലക്കാനായിട്ട്, പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ, അലക്കാനായിട്ട് അമ്മമാരും അതുപോലെ തന്നെ പിള്ളേരും ഈ പുഴ സൈഡിലോട്ട് വരും. ഒരു അലക്ക് കടവൊക്കെ ഉണ്ട്, ഒന്നല്ല 1-2 ഉണ്ട്, എന്നാലും മെയിനായിട്ടുള്ള കടവുണ്ട്. അപ്പോൾ അമ്മമാരെല്ലാവരും കൂടി അവിടുത്തെ വീട്ടുവിശേഷങ്ങളും ബാക്കി നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അലക്കുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികളെല്ലാം ഒരു സെറ്റായിട്ട് ആ ഒരു പുഴയുടെ തീരത്ത്, കുറേ മണലുണ്ട്, അന്ന് ഈ വലിയ മണൽ മാഫിയൊന്നും ഇല്ലാത്ത സമയമാണ് കേട്ടോ. അപ്പം മണലൊക്കെ വാരി മണലിൽ ഇങ്ങനെ ഓരോ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളങ്ങനെ കളിക്കുമായിരുന്നു. ഓരോ മഴവെള്ളം കയറി ഇറങ്ങി പോകുമ്പോഴും ആ ഒരു മണലിൻ്റെ ഡിപ്പോസിഷൻ ഇങ്ങനെ മാറി 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 വരും. അതിപ്പോൾ ഓരോ സമയത്തും ആ ഒരു പുഴയുടെ തീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ മഴക്കാലം കഴിയുമ്പോഴും. രസമായിരുന്നു. അന്ന് മണ്ണ് വാരി കളിച്ചത്, പുഴി വാരി കളിച്ചതൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു പിള്ളേരിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ട ആ ഒരു ചേച്ചിനെ കണ്ട, ഇത്രയും പ്രായമെങ്കിലും ആ ഒരു കുട്ടിത്തം, പ്രായമൊന്നും ഞാൻ പറയുന്നില്ല, പ്രായമൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ആ ഒരു കുട്ടിത്തം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേ കുട്ടി ഞാനുമായി, പ്രത്യേകിച്ച് ഞാൻ സ്വപ്നങ്ങളിൽ കണ്ടിട്ടുള്ള പോലത്തെ ഒരു കടൽ തീരം, മരമൊക്കെയുള്ള വലിയ തീരെയൊന്നും ഇല്ലാത്തൊരു കടൽ തീരത്ത് വരുമ്പോൾ അതുപോലെ പിള്ളേരൊക്കെ വാരി കളിക്കുന്ന കാണുമ്പോൾ ശരിക്കും സോ ഹാപ്പി. ഈ സ്ഥലം യാദൃശികമായിട്ട് പുള്ളിക്കാരൻ എന്നെ കൊണ്ടുവിടാൻ വന്നതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടേക്ക് വരാനുള്ള പ്ലാൻ എനിക്കില്ലായിരുന്നു, പ്രത്യേകിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു വോൾക്കാൻ ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ കണ്ണിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചപ്പുറം 2 ആൾക്കാർ സീരിയസ് ആയിട്ട് ഇതേണ്ട സ്നോർക്കലിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് അവർ കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ ഇതുപോലുള്ള വർണ്ണാഭമായ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലേ ശരിക്കും നമ്മളുടെ ഇമാജിനേഷൻസൊക്കെ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കും കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, വലിയവർക്കും നല്ലതാണ്, സ്ട്രെസ്സൊക്കെ കുറയും. ഈ ഒരു ബീച്ചിൻ്റെ ആ ബീച്ച് ഏരിയ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പറയുള്ള ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ. ഒരു റിസോർട്ട് പോലെയാണ് കേട്ടോ ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ട്രെയിനിങ് സെൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ശ്രീലങ്ക പോയ സമയത്ത് നിങ്ങളതിൻ്റെ വിശദമായൊരു വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ബ്ലൂ വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കമ്പനിയുടെ. അതുപോലെ ഇവിടെയും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ സെൻറ്ററാണ് ആ കാണുന്നത്. ഇതിൻ്റെ ഇതിലേ നമുക്കുണ്ടല്ലോ, ഇതുണ്ടോ കടൽ, അത് കഴിഞ്ഞിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു വഴി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം പുല്ലുപാകിയ ആ ഒരു പുല്ലുപാകിയ പറമ്പാണ്. ആ പറമ്പിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുണ്ടല്ലോ, അതൊക്കെ ആളുകൾക്ക് താമസിക്കാനുള്ള റൂമുകളാണ് കേട്ടോ, ക്വാർട്ടേഴ്സ് ടൈപ്പ്. പ്രധാനമായിട്ടും വിദേശികളായിട്ടുള്ള, അതായത് ഫോറിനേഴ്സ് എന്ന് പറയുമ്പം വെസ്റ്റേൺ, അവരാണല്ലോ കുറച്ച് പൈസയൊക്കെ മുടക്കി താമസിക്കുക. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നതൊക്കെ. കൊള്ളാം, അത്യാവശ്യം നല്ല പോർഷനസ് ശരിക്കും നമുക്ക് ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യുന്നുമുണ്ട്. ഒരു തെങ്ങുംതോപ്പ്, ആ തെങ്ങുംതോപ്പിൽ സ്ഥാപിച്ചേക്കുന്ന കുറച്ച് ഹട്ടുകൾ ആ രീതിയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ശാന്തത, നല്ലൊരു ഭംഗിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് കാറ്റൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പൂപ്പനൊക്കെ കണ്ട. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും പുകവലിക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എല്ലാവരും വലിച്ചുകൊണ്ടൊക്കെയാണ് ശരിക്കും ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ എവിടെയും ഈ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചിട്ടില്ല കേട്ടോ. അതൊരു ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് വീണ്ടും മുമ്പോട്ടേക്ക് നടക്കാം. ശരിക്കും ഉണ്ടല്ലോ, ഇത് അധികം ടൂറിസ്റ്റുകളൊന്നും വന്ന് നിറയാത്ത, വലിയ തിരക്കൊന്നും ഇല്ലാത്ത, വണ്ടിയുടെ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇരിക്കൽ സെറ്റപ്പൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു ഫ്രെയിം കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു ഫ്രെയിമൊക്കെ എവിടെ കിട്ടുമല്ലേ എൻ്റെ പൊന്നെ,
രസമാണ് ശരിക്കും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ ഇവിടെ വെറുതെ വന്ന് ഇരുന്ന് കടലും നോക്കി പോകാനൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ശരിക്കും അതുപോലെ സമയമുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ വരാവേ. ഇതാ ഇവിടെ എല്ലാ സ്ഥലത്തും ഈ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സാധനവും കിട്ടാനായിട്ട് വലിയ മുട്ടൊന്നും ഉണ്ടാവില്ല, ഒക്കെ കിട്ടും. ഇവിടെ കുറച്ചൊരു കൂട്ടമൊക്കെ കണ്ടില്ലായിരുന്ന ശരിക്കും. ഓക്കെ, ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നോക്കി ഞങ്ങൾ ഫ്രൂട്ട് മാർക്കറ്റ്. ഫിഷും ഉണ്ട്, ചെമ്മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ പലചരക്ക് സാധനമൊക്കെ ആയിട്ട് വന്നേക്കുന്നതാണ്. കൈതച്ചക്ക, ഓറഞ്ച്, ഓക്കെ, പ്രോൺസ് എന്നെ എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. അതുകൂടാതെ നമ്മളുടെ വെളുത്തുള്ളി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഈ നാട്ടുകാർക്ക് ഇപ്പം വേണ്ട സാധനങ്ങൾ ലൈറ്റായിട്ട് പുള്ളിയുടെ വണ്ടിയിൽ, അതായത് ഏത് വണ്ടിയാണ് നിങ്ങൾ നോക്കണം, ഇവിടെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന നമ്മളുടെ ബൈക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ടാക്സി ടൈപ്പ് സാധനമേ. അവരെന്തോ വില പേശാന്ന് തോന്നുന്നു. ഇന്ത്യ. ഹലോ, how are you? What's your name? Oh, which class you are studying? Oh, 5ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, മേരാ നാം ദാറ്റ് ഈസ് ഹിന്ദി. അപ്പോൾ ഹിന്ദിയുടെ ആ ഒരു സാധനമൊക്കെ ഇവർക്ക് അറിയാം കേട്ടോ. ഹലോ, ഇന്തോനേഷ്യ. ഓക്കെ, മേ ഇന്ത്യ. മലയാളം ഇന്ത്യ ലാംഗ്. ഞാൻ എൻ്റെ ഭാഷ എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. ജലിത. ഓക്കെ, യുവർ നെയിം? ജോർദാൻ. ഓക്കെ, യുവർ നെയിം? ഓക്കെ, US? നീക്കി. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ പിള്ളേരാണ് കേട്ടോ. അത് വേറെ 2 ചുമട്ട് പിള്ളേരൊക്കെ ഉണ്ടാവും. നൈസ്. പിള്ളേരെ കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ. കൊള്ളാം, നല്ല ആൾക്കാർ, രസമാണ്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ കാണുന്ന എല്ലാവരും നല്ല ആൾക്കാരാണ്, നല്ല വൈബാണ്. ശരിക്കും ഭയങ്കര ശാന്തമായിട്ട് എനിക്കൊരു പേടിയുമില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട്. കാണുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഹലോ, എല്ലാവരും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഇത് ശരിക്കും രാത്രിയിൽ ചിലപ്പോൾ ഇവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇതൊരു ഒരു രീതിയിലുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാനായിട്ട്. വാ, ബ്യൂട്ടിഫുൾ, നൈസ്. വരുന്ന ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ഷാക്കുകളും മറ്റുമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഡൈവിങ് പഠിപ്പിക്കുന്ന സെൻറ്ററുകളും ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. എന്തായാലും നല്ല ഭംഗിയിൽ അവരത് പണിത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പം ഇവിടെ ഒന്ന് നിൽക്കണമെന്നൊരാഗ്രഹമേ. അപ്പം ജസ്റ്റ് ഇവിടെ ഒരു ചേച്ചിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് റൂം വേണോ എന്നൊന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൂടെ പോവാണ്. ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ കാണാൻ ഭയങ്കര രസമാണ്. നോക്കി നിങ്ങൾ, നല്ല കളർഫുൾ ബീച്ചൊക്കെ ആ ഒരു ഫ്രണ്ടിലായിട്ട് ഹട്ടുകൾ ഇവർക്ക് ഉണ്ട്. അതുകൂടാതെ അതിന് 1.5 ലക്ഷം രൂപ, അതായത് നമ്മളുടെ ഒരു 800 രൂപ ആ റേഞ്ച് വരുമായിരിക്കും. അതുകൂടാതെ എനിക്ക് ഇവിടെ ഒരു 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 520 രൂപ ആ ഒരു റേഞ്ചിൽ ഒരു റൂം തന്നു. എന്തായാലും കണ്ടോ, 2 ബെഡൊക്കെയുള്ള. ശരിക്കും 2 പേരൊക്കെ ഒരുമിച്ച് വരുവാണെങ്കിൽ നല്ല ചീപ്പാണ് കേട്ടോ ഇവിടെ താമസമൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റേറ്റിന് തന്നെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇവിടെ അല്ലാതെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. എനിക്ക് നടന്ന് വേർത്തൊരു കൊള്ളമായിട്ടാണുള്ളത്. ഒന്ന് കുളിക്കണം. കുളിച്ചതിന് ശേഷം എന്താണ് ഇവിടുത്തെ രാത്രി സംഭവം എന്ന് അറിയണമല്ലോ. പിന്നെ ഞാൻ നോക്കി ഇവിടെ നിന്ന് നമ്മളുടെ ആ ഒരു വോൾക്കാനോ, ആ ഒരു സാധനമില്ലേ, കടലിനടിയിലെ വോൾക്കാനോ, അത് അടുത്താണ്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഒപ്പിക്കാം കേട്ടോ. ചടേന്ന് പോയി പടേന്നൊരു കുളിയും കഴിഞ്ഞ് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങി. നമ്മളുടെ കടൽ, എൻ്റെ പൊന്ന് കടലേ. സൂര്യ അസ്തമയമല്ല കേട്ടോ, ഇവിടെ സൂര്യ ഉദയമാണ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് നമുക്ക് ഉദയം കാണണം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടക്കാമല്ലോ, വെറുതെ ഒരു ഈവനിങ് വാക്കിനിറങ്ങാം. ഇത് കടലിൽ നിന്ന് വെള്ളം കയറുന്നതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. അതിൻ്റെ അകത്ത് എന്തോ മീൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എന്തെല്ലോ പിടയ്ക്കുന്നുണ്ട് അവിടെ നിന്ന്. കണ്ടോ നിങ്ങൾ? ആഹാ, ഇന്നത്തെ ദിവസമേ ഇന്നലത്തെ പോലല്ല, ആകാശം നല്ല ക്ലിയറാണ്, മഴക്കോളൊന്നും കാണുന്നില്ല. ചെറിയൊരു കാറ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കുള്ള ഒരു തണുത്തൊരു കാറ്റ് വരാനല്ലേ, ആ ഒരു കാറ്റൊക്കെ ആയിട്ട് രസമുണ്ട് ഈ ഒരു ഏരിയ. നമ്മൾ നേരത്തെ നിർത്തിയ ആ ഒരു നടത്തം വീണ്ടും നടക്കാം. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖം, വല്ലാത്തൊരു സന്തോഷം. കാരണം ഇന്ന് മൊത്തം വെയിൽ കൊണ്ട് കുറേ നടന്നതൊക്കെയല്ലേ, അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ.
ഈ മരമൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബീച്ചിനെ മറ്റു ബീച്ചുകളിൽ നിന്നും പ്രത്യേകിച്ച് നല്ലൊരു ബ്യൂട്ടി ആയിട്ട് നിലനിർത്തുന്നത്. ഹലോ, ഹൗ ആർ യു? Yeah, I'm good. Just for walking. Okay. വാ. ഓ താങ്ക് യു. ആ പുള്ളീനെ നേരത്തെ കണ്ടതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു തെങ്ങിലൊക്കെ ഓരോ സ്ഥലങ്ങൾ ഇതുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. വോൾക്കാനോ കണ്ടങ്ങൾ, വോൾക്കാനോ ദങ്ങടാണ്, ലിംബോ ഇങ്ങോട്ടേക്കാണ്, ഇത് ഹൗസ്. അതുകൂടാതെ ഡൈവിങ്ങിന് വേണ്ടി അങ്ങടെ ടോക്കോങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തെങ്ങിലാണ് കേട്ടോ ആ ഒരു ബോർഡ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വോൾക്കാനോയുടെ അത് ഇവിടുന്ന് അടുത്താണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നുള്ളത്. വെയിലിൻ്റെ അവസാന കിരണം ആ ഒരു മരത്തിൻ്റെ തുമ്പത്ത് ഇത് അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അധികം ദൂരമൊന്നും പോകണ്ട, കുറച്ച് ദൂരം ജസ്റ്റ് ഇതിലേ ഒന്ന് നടക്കാം. ഇങ്ങനെ ഇഷ്ടംപോലെ പ്രോപ്പർട്ടികൾ ഇതുണ്ടെങ്കിൽ ഇതുപോലെ പ്രോപ്പർട്ടികൾ ഇതിന് ചുറ്റുമായിട്ടുണ്ട്. എല്ലാം കടലിനോട് ചേർന്ന് തന്നെയാണ്. അതായത് ഇവിടെയൊക്കെ മതിലുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈസിലി നമുക്കിങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അത് നേരെ കടലിനോട് ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഇവർക്ക് കുറച്ചും കൂടി കസാരകളൊക്കെ ഇവിടെ ഇടായിരുന്നു കേട്ടോ. ഇത് അവിടെ ഒരു വിശ്രമ കേന്ദ്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകാശം ചെറിയ രീതിയിലൊരു ചോപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തുള്ള ഒരു ഗോൾഡൻ ലൈറ്റ് ഇല്ലേ, അത് ആ ഒരു മലയുടെ അപ്പുറയാണ് സൂര്യൻ പോയിട്ടുള്ളത്. സൂര്യൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് നാളെ രാവിലെ സൂര്യൻ വന്നിട്ട് അവിടെ ആയിരിക്കണം ഉദിക്കേണ്ടത്. ഓക്കെ, കടൽ പതുക്കെ 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 കയറി തുടങ്ങുകയാണ് എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതാ നമ്മൾ നേരത്തെ വന്ന ആ ഒരു ഭാഗത്തൊക്കെ കുറച്ചും കൂടി വെള്ളം ഉള്ളിലോട്ട് കയറിയ പോലെ ഒരു ഫീല് വരുന്നുണ്ട്. ഞാൻ ആ ഒരു ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്കും ഇത് അടുത്തൊരു ഓപ്പൺ ഏരിയ വന്നു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അത് ഈ മരമല്ല. ആദ്യം ഇതുപോലൊരു മരം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളിങ്ങനെ ചാടി കയറണം എന്നാണ് പറയാറ്. വെച്ച് ഈ ഒരു മരത്തേക്കൂടി നമുക്കിങ്ങനെ കയറാം കേട്ടോ. അങ്ങോട്ട് അധികം കാരണം അത് ഉണങ്ങിയതാണ്. ഇത് എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇരുന്നാൽ മാത്രം പോരാ, അതാ ഇങ്ങനെ കിടക്കുകയും കൂടി വേണം കേട്ടോ. എൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ ഇത്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കണമെന്നും ഈ ഒരു മരത്തിൻ്റെയൊക്കെ മേലെ കയറി ഇങ്ങനെ ശാന്തതയോടെ കടലൊക്കെ നോക്കിയിട്ട് ഒന്ന് കിടക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. ആ ആടുന്ന സാധനം വേണം, അതിൻ്റെ അകത്ത് വേണം കിടക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. ശരിക്കും ഈ ഒരു മരമൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അന്നത്തെ ആ ഒരു സുനാമിയിൽ ശരിക്കും പെട്ടിട്ടുള്ള ആ ഒരു സുനാമീനെയൊക്കെ അതിജീവിച്ച മരങ്ങളായിരിക്കണം. നല്ല വലിയ മരമാണ്, എന്തായാലും അതിന് നല്ല പ്രായമുണ്ട്. കരുത്തനാണ് കേട്ടോ, കരുത്തൻ. പക്ഷേ നമ്മൾ ഈ കാല് വെച്ചേക്കുന്ന സാധനം അത്ര കരുത്തുള്ളതല്ല, അത് ഉണങ്ങിയാണ് നിൽക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ആ ഒരു മരത്തിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാവ്യാത്മക ഭംഗി ഉള്ളതായിട്ട് തോന്നുന്നത്. ഞാൻ ചാടി ഇറങ്ങിയതുണ്ടല്ലോ, ഇങ്ങനെ നടന്നു പോകുന്നൊരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നോക്കുമ്പോഴേ നിറയെ ഉറുമ്പ് ഇതിൻ്റെ അകത്ത്. മറ്റേ നീറില്ലേ, നിസർ എന്ന് നമ്മൾ പറയുന്ന ആ ആസിഡുള്ള ടൈപ്പ് ഉറുമ്പ്, ആ ഉറുമ്പേ ദൈവമേ, ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? അധികം കയറണ്ട. ഇനിയിപ്പോൾ കയറി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഉറുമ്പ് പണ്ടാരം ചവിട്ടി താഴെ ഇടുമല്ലോ. അയ്യോ വേണ്ട. ഇതിൻ്റെ ചുവട്ടിലായിട്ടേ ഇതാ ആ ഒരു മരത്തിൻ്റെ കാ വീണ് കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഒരു ലവ് ചിഹ്നം പോലെയൊക്കെ ഫീൽ ചെയ്തു. നല്ല രസമുണ്ടല്ലേ, തിന്നാൻ പറ്റാത്തതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആളുകളിങ്ങനെ ഉപേക്ഷിച്ചിടുമല്ലോ. ഇവിടെ നിറച്ചുണ്ട്, ഇതാ ഉണങ്ങി കിടക്കുന്നതൊക്കെ കുറേ എണ്ണമുണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങളിലും എത്രമാത്രം ആ ഒരു നിരീക്ഷണ പാഠവമുണ്ട് എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ കിടക്കുന്ന പാറക്കല്ലുകൾ, കറുത്ത പാറക്കല്ല് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കല്ലിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നോക്കി നിങ്ങൾ ആ ഒരു കല്ലിനെല്ലാം ചെറിയ രീതിയിൽ തൊള്ള പോലെ ഇത്. ഈ ഒരു കല്ലുകളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ലാവക്കല്ലുകളാണ് കേട്ടോ. ലാവ ശരിക്കും വെള്ളത്തിലങ്ങോട്ട് വീണ് ഉറഞ്ഞ് അങ്ങനെ സെറ്റായേക്കുന്ന കല്ലുകളാണ് ഇതാ ഇവിടെ കിടക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു കടലിന് അടിയിലൊരു വോൾക്കാനോ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അത് വെറുതെ ഒരു തള്ളു മാത്രമല്ല കേട്ടോ. ഞാൻ അങ്ങനെ തള്ളാറില്ലല്ലോ, സത്യമല്ല ഞാൻ പറയാറുള്ളൂ. ആ ഒരു വോൾക്കാനയിൽ നിന്ന് വന്ന ആ ഒരു ലാവയില്ല, ആ ലാവയൊക്കെ അടിഞ്ഞുകൂടി സെറ്റായി പാറക്കല്ലായി മാറിയേക്കുന്നതാണ് ഈ ഒരു ഏരിയ മുഴുവൻ. വോൾക്കാനയുടെ ആരോ മാർക്ക് വന്നിട്ട് എന്താ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് അവരും കാണിച്ചേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നടന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വോൾക്കാനയും കാണാൻ പറ്റും കേട്ടോ. കടലിനടിയിൽ ഇപ്പോഴും ഇങ്ങനെ ഗുളു ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വോൾക്കാന. അതുപോലൊരു പൊട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽക്കുണ്ടാവും, സുനാമി ഉണ്ടാവും കേട്ടോ.
നല്ലത് മാത്രം ചിന്തിക്കുന്നില്ലല്ലോ, എപ്പോഴും സുനാമി സുനാമി എന്ന് ചിന്തിക്കുന്നല്ലേ. പതുക്കെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ആളുകളില്ലാത്ത ആ ഒരു മേഖലയിൽ നിന്ന് ഞാൻ വീണ്ടും നമ്മളുടെ റിസോർട്ട് പോലെ വഴികൾ ഒരുക്കിയേക്കുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നു. ശരിക്കും ഇവിടെ പതുക്കെ ആ ഒരു അവിടെയൊക്കെ ചെറിയ LED ബൾബൊക്കെ ഇട്ട് ലൈറ്റപ്പൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. എന്നാലും വലിയ ശബ്ദങ്ങളോ പാട്ടോ അങ്ങനെയുള്ള എന്താ പറയുക ഒരു പാർട്ടി വൈബ് നമ്മുടെ ഗോവയിലൊക്കെ ഉള്ള ആ ഒരു സാധനമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ശാന്തതയാണ്, മൊത്തത്തിലൊരു ഒരു 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 കാമിനെസ്. വെറുതെ ആ ഒരു തിര അടിക്കുന്ന സൗണ്ട് മാത്രമാണ് നമുക്കിവിടെ കേൾക്കാനുള്ളത്. അതിൻ്റെ കൂടെ ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ വാം ലൈറ്റും ഒക്കെ ആയിട്ട് ശരിക്കും ഭയങ്കര ശാന്തമായിട്ട് ബീച്ച് ലൈഫ് ഞാൻ മുമ്പേ പറഞ്ഞു ആസ്വദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാം. അവിടെ നിന്നുണ്ടല്ലോ നമുക്ക് ഇന്നത്തെ സ്കൂബയ്ക്ക് പോയ ആൾക്കാരാണ് ഡൈവിങ്, ഡീപ്പ് വാട്ടർ ഡൈവിങ്ങിന് പോയതാണെന്ന് തോന്നുന്നു. ഓക്സിജനും മറ്റു സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ തിരിച്ച് വരുന്ന കാഴ്ചയൊക്കെ കാണാൻ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭംഗിയുള്ള ആ ഒരു കഫേ ഇല്ലേ, അവിടെയൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നതിന് വിപരീതമായിട്ട് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഈ ചെടിയൊക്കെ ഇവർ നനച്ച് തന്നെ കൊടുക്കുന്നതാണ്, വളർത്തിയെടുക്കുന്നതാണല്ലോ. ഊഞ്ഞാലയിലൊക്കെ ആടിക്കൊണ്ടിരുന്ന പിള്ളേരെല്ലാം തിരിച്ചു പോയി. പതുക്കെ പതുക്കെ ശാന്തതയിലേക്ക് വരുന്നു കേട്ടോ. ഈ ഒരു ഗ്രാമം എന്താ പറയുക രാത്രിയിലേക്കായി അവർ ഉറക്കത്തിലോട്ടൊക്കെ പോവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ കൂടി കണ്ടങ്ങൾ നമ്മളുടെ കപ്പലുകൾ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1 ആയിട്ട്. ഇവിടെ ഈ ഒരു മരത്തിൻ്റെ ഇവിടെ ഒരു ഫ്ലഡ് ലൈറ്റ് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ ബീച്ചിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം ഒരു ലൈറ്റപ്പൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങ് ദൂരെയായിട്ട് നമ്മളുടെ സബാങ്ങിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പട്ടണം, ആ പട്ടണത്തിൻ്റെ പേരാണ് പിന്നെ ഇവർ ഈ ഒരു ഐലൻഡിന് മൊത്തം കൊടുത്തേക്കുന്നത്. ആ ഒരു സബാങ് പട്ടണം കത്തി ജ്വലിച്ച് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെയായിട്ടും ആ ഒരു സബാങ് ടൗണിലേക്ക് പോയിട്ടില്ല. നോർമലി ഉള്ളൊരു ടൗൺ അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം, നാളെയൊക്കെ ഇനി സമയങ്ങളുണ്ടല്ലോ നമുക്ക്. നാളെ പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു വോൾക്കാന, കടലിനടിയിലെ വോൾക്കാന എന്തായാലും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിനി കുറച്ച് നേരം ആ കടലും നോക്കി ഷിപ്പ് ഇങ്ങനെ അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ കൂടി സ്പീഡിൽ പോകുന്ന കാഴ്ചയും കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു എന്താ പറയുക ഷിപ്പ് ഇൻ്റർനാഷണൽ വാട്ടർ ഹൈവേ കാണുന്നത്. ആ ഹൈവേ എല്ലാം കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നാ രസമാണെന്നറിയാമോ ഈ ഒരു സ്ഥലം. എനിക്ക് അറിഞ്ഞൂടെ ഈ വാക്കുകളിലൊക്കെ ഞാൻ എങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ വിവരിച്ചെടുക്കും എന്നുള്ളത്. നീല ആകാശം, അതുപോലെ തന്നെ ചുവന്ന ഭൂമി ചുവപ്പാണോ? ചെറിയ രീതിയിൽ ചുവന്ന ഭൂമി, പച്ചക്കടൽ. ഇതിപ്പോൾ സിനിമയുടെ പേര് പറഞ്ഞ പോലെ ആയാലും അല്ലേ. ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ബീച്ചിൽ ഞാനും അതുകൂടാതെ കടലും പിന്നെ ആ ഒരു ഹൈവേ കൂടി പോകുന്ന കപ്പലും മാത്രമായിട്ട് മാറി കേട്ടോ. ശരിക്കും ഒരു സിനിമയ്ക്കൊക്കെ സെറ്റിട്ട പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പൊന്നെ, ഒരു സിനിമയുടെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഒരു സിനിമയുടെ ഫ്രെയിമിന് ഇത്രയും വലിയൊരു വൈഡ് ഫ്രെയിമിന് ആ ഒരു ഭംഗി മൊത്തത്തിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ രീതിയിലൊക്കെ മൊത്തം ലൈറ്റപ്പ് ചെയ്യണം അല്ലേ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ക്ലിയർ ഉണ്ടോ? എന്തൊക്കെ ചിന്തകളാണ് ചിന്തിക്കുന്നല്ലേ. നല്ലപോലെ ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നമ്മളുടെ റൂമിലോട്ട് പോകാം. വിശപ്പുമായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന റൂം കുറച്ച് റേറ്റിൽ തന്നു. ഭക്ഷണം കഴിക്കുമ്പം ആ റേറ്റ് ഇതിൻ്റെ അകത്ത് പിടിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചോദിച്ചു നോക്കാം എന്തായാലും അല്ലേ. റൂമിലെത്തിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടല്ലോ ഫുഡിനുള്ള ഓപ്ഷനില്ല. അതിന് നമുക്ക് പുറത്തുള്ള ഇതുപോലത്തുള്ള കഫേകളുണ്ട്, ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ഇവിടെ വരണം, ഇവിടെ നിന്ന് കഴിക്കണം. അപ്പം ഈ ഒരു സാധനം നല്ല മൂഡുള്ള വൈബുള്ള ഒരു കഫേയാണ്. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ വന്നു ഇവരോട് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ചോദിച്ചു. എന്നിട്ട് ഓർഡറും ചെയ്തു.
ഇത് ഇവരുടെ ലോക്കൽ ഒരു മെനു ആണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഫ്രൈഡ് റൈസ് അതിൻ്റെ അകത്തോട്ടേക്ക് ഇവരുടെ കുറച്ച് സാധനങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. അതുകൂടാതെ ഐസ് ഇട്ട ചായ ഉണ്ട്. അതാണ് കുറച്ചും കൂടി ഇവർ ലോക്കൽ ഫുഡിനായിരിക്കും കുറച്ചും കൂടി റേറ്റ് കുറവുണ്ടാവുക. അല്ലാതെ ഉള്ള പുറത്തുനിന്നുള്ള ആളുകൾക്കുള്ളതുണ്ട്. അതും കമ്പാരിറ്റീവ്ലി വലിയൊരു കത്തി റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഈ എക്സ്പ്രസ്സോയ്ക്ക് 15K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 70 രൂപയൊക്കെ നോർമലി ഒരു ഇതുപോലുള്ള ഒരു ടൂറിസം ഗ്രാമത്തിൽ കുറവല്ലേ. പിസയൊക്കെ കണ്ടെങ്കിൽ ഒരു പിസയ്ക്ക് 55 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 രൂപയൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മൊത്തം 25 രൂപ വരുന്നൊരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തു. എന്തായാലും ഇവരുടെ ഒരു സെറ്റപ്പ് ഭയങ്കര രസമില്ലേ. യുവർ അറ്റ്മോസ്ഫിയർ ഇറ്റ്സ് വെരി നൈസ്. Thank you. We're not. Yeah, we just opened. Just open? I know. I have the Café Bleu was in Ibo before next village for 10 years. Okay, okay. And I moved here and Okay. we opened just like 10 days ago. So you see, like not all the lights are on yet. Like it's still no toilet yet. Like all Okay. tables from the old cafe. So it's not ready, but it'll be. But it's that old look, na? That is very nice. You like it? Yeah. നല്ല ചൂടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നു, തണുത്ത ചായ വന്നു. ഇതിപ്പോൾ എനിക്ക് ശീലമാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഇനി എപ്പോഴും അമ്മേനെ കൊണ്ട് തണുത്ത ചായ ഉണ്ടാക്കിക്കണം. ചൂട് ചായയെ വിടാം, തണുപ്പിനാണ് ഒരു രസം. ശരിക്കും നമ്മുടെ നാട്ടിലൊരു ക്ലൈമറ്റ് വെച്ചിട്ട് ശരിക്കും ഐസ് ടീക്ക് നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളുടെ സുന്ദരമായ ഈ ഒരു തീരദേശ ഗ്രാമം? എന്തായാലും പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനിയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.